സഹൃദയരായ കലാസ്നേഹികളെ, സമൂഹത്തിന്റെ നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച 4 ചെറുപ്പക്കാരുടെ ആത്മസംഘർഷങ്ങളാണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കഥയുടെ പേര് 4 വാഴകൾ. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ 4 വാഴകളുടെ ജീവിതത്തിലെ ഒരു ദിവസം. ചെയ്തില്ല, ഇതിൽ ഒറ്റ കുറച്ചേ ഉള്ളൂ. ദൈവത്തിനാണെങ്കിൽ കിടക്കപ്പൊടി നോക്കണ്ടേ? കാലത്ത് എന്നിട്ട് സുപ്രഭാതം വെക്കണേ, ഉച്ചയ്ക്ക് പോലെ ആ സ്ഥലത്ത് വെയിലടിച്ചാലെങ്കിലും നിന്നിട്ടൂടെ? സർക്കാർ ഓഫീസിലല്ലേ ജോലി, ഉപദ്രവിക്കാതെ പോലെ ഉറങ്ങാനും സമ്മതിക്കില്ല. നിനക്ക് തോന്നും പനിയിട്ട് വായും പോയിട്ട് വാ, ഉരുട്ടി വെച്ചേക്കാം. ആ ശരി, എന്നാ പോയി കൂടെ ഉറങ്ങിക്കാം. ശരി. ഇന്നത്തെ കലാരൂപത്തിൽ ആദ്യം പാചകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കയ്യിൽ വൃത്തിയാക്കുക. കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അടച്ചേക്ക് വരും. കൈകൾ ഇരുവശത്തേക്കും അകറ്റുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്ക് അകറ്റുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. ഈശ്വര, നല്ലൊരു കളി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കളി കാണിക്കണേ. ഇത് കളിയല്ല, കെണിയാ. കടനഷ്ടവും മാനഹാനിയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കളിയാവും ടീച്ചറെ ഞാൻ കണ്ടു. എന്താ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ? നല്ലൊരു കിളവനും കിളവി കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. അതെ, മുഖം കണ്ടാൽ മതിയത്. എനിക്ക് മുഖം കാണുന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കോടെ അപ്പോൾ ഞാനൊരു എടുത്തു തരാം. നീ ഒന്ന് കൊണ്ടു കൊടുക്കും. അവൾ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നാൽ നിങ്ങൾ 3 മണി കുഴിഞ്ഞോളം കേട്ടാ. വളരെ മാത്രം കേട്ടാ.
എവിടെ നിന്ന് വന്നവരാടാ? 4 സുന്ദര കുട്ടപ്പന്മാരെ ഇവിടെ നിരന്ന് നിന്നിട്ടൊന്നും മൈൻഡിങ് ചെയ്യില്ലേ? കഴിക്കാം. ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കഞ്ഞി കുടിച്ചിട്ട് കുടിക്കാം. ഇല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥത പുഴുങ്ങിയ കഞ്ഞാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാൽ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചുണ്ടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാട്ടം പറയാ. എന്നാ ഉണ്ട് ഒരു സാധനം. മറിച്ചിനി കപ്പലണ്ടി അരികെ നല്ല 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 വിശപ്പുണ്ട്. പക്ഷോ അത് ആവശ്യത്തിലധികം എന്റെ തന്നെ ഉണ്ട്. എന്നാൽ കുറച്ചുകൂടി ബാങ്കിൽ നമുക്ക് വിശപ്പില്ലാത്ത കൊടുക്കാമല്ലോ. താഴെ പോയാലോ? അവിടെ പോകാൻ പറ്റില്ല, പറ്റുകൂടില്ല. എന്നാൽ വേറെ കടയിൽ പോകാം. ഇതിൽ 25 രൂപ അങ്ങനെ എടുക്കുക. 1000 രൂപയ്ക്ക് ഞാൻ ഫെയർ ലെവലിൽ വെച്ചിട്ട് പറ്റിയ കാലാവസ്ഥയിലെ ശരിയാണ്. ഒരു നേരിയ മഴയും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും നല്ല തണുത്ത കാറ്റ് തല തിരിച്ചടിയുന്നതാണ്. ഇനി ബഷീർക്ക് വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്റെ പരിചയത്തിൽ വേറെ ആളുണ്ട്. പടക്കം ഒരു കാര്യത്തിന് പോയാ ഇനി ഗുണ്ടായുധം കാണിച്ചിട്ടാണെങ്കിലും അത് നടത്തിട്ട് വരും. എനിക്ക് കിട്ടാതിരിക്കോളാ. എന്റെ തല കിട്ടും. എനിക്ക് കിട്ടും. ഞാൻ കിട്ടിയ കുറെ കാലം എടുത്തോളൂ.
കൂട്ടുകാരാ. ട്രിപ്പാ